2012-ൽ ചെനാബിൽ പാലത്തിൻ്റെ പണി ആരംഭിച്ചു. പാലത്തിൻ്റെ പ്രധാന സ്പാൻ 467 മീറ്ററായി പരിഷ്കരിച്ചു. പുതിയ റെയിൽവേ ലൈൻ നോർത്തേൺ റെയിൽവേയുടെ കീഴിലാണെങ്കിലും കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡിനെ എക്സിക്യൂട്ടീവ് ഏജൻസിയായും ഡിസൈൻ കൺസൾട്ടൻ്റായും തെരഞ്ഞെടുത്തു. മുമ്പ് പശ്ചിമേന്ത്യയിലെ കൊങ്കൺ മേഖലയിലെ വെല്ലുവിളി നിറഞ്ഞ ഭൂപ്രദേശങ്ങളിൽ നിരവധി റെയിൽവേ പദ്ധതികൾ കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡ് നിർമ്മിച്ചിട്ടുണ്ട് എന്നതായിരുന്നു അവരെ കൺസൾട്ടൻ്റായി തിരഞ്ഞെടുക്കാനുള്ള പ്രധാന കാരണം. ദക്ഷിണ കൊറിയയിലെ അഫ്കോൺസ് ഇൻഫ്രാസ്ട്രക്ചർ, അൾട്രാ കൺസ്ട്രക്ഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് കമ്പനി, VSL ഇന്ത്യ എന്നിവയുടെ സംയുക്ത സംരംഭമായ ചെനാബ് ബ്രിഡ്ജ് പ്രോജക്ട് അണ്ടർടേക്കിങ്ങിനാണ് നിർമ്മാണ കരാർ നൽകിയത്. ഇന്ത്യ ഗവൺമെൻറ്റാണ് നിർമ്മാണത്തിനുള്ള മുഴുവൻ തുകയും വഹിച്ചത്. നദീതടത്തിൽ നിന്ന് 1178 അടി ഉയരത്തിലാണ് ഈ പാലം സ്ഥിതി ചെയ്യുന്നത്. ഇത് പാരീസിലെ ഈഫൽ ടവറിനേക്കാൾ 35 മീറ്റർ ഉയരമുള്ളതാണ്. പാലത്തിൻ്റെ ആകെ നീളം 1315 മീറ്ററാണ്. 17 തൂണുകൾ പാലത്തിനെ താങ്ങി നിർത്തുന്നു. കമാനത്തിന് 467 മീറ്റർ നീളമുള്ള പാലം നദിയിൽ നിന്ന് 359 മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. നിലവിൽ ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ ചൈനയിലെ ഷുബായ് റെയിൽവേ പാലത്തെയാണ് ഇതോടെ ചെനാബ് പാലം മറികടന്നത്. ചൈനയിലെ ഗൈഷു പ്രവിശ്യയിൽ ബിബാൻജിയാങ് നദിക്ക് കുറുകെയുള്ള 275 മീറ്റർ ഉയരത്തിലുള്ള പാലമാണ് ഇതോടെ ഉയരത്തിൽ രണ്ടാമതാകുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള 16ാമത്തെ പാലവും ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ 11ാമത്തെ ആർച്ച് ബ്രിഡ്ജുമാണ് ഇത്. 28,860 മെട്രിക് ടൺ ഉരുക്കാണ് ഈ പാലത്തിൻ്റെ നിർമ്മാണത്തിനായി ഉപയോഗിച്ചത്. 1486 കോടി രൂപയാണ് റെയിൽപാല നിർമ്മാണത്തിൻ്റെ ചെലവെന്നാണ് റെയിൽവേ അധികൃതർ നൽകുന്ന വിവരം. 21,653 കോടി രൂപയാണ് പ്രോജക്റ്റിൻ്റെ ആകെ ചെലവ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പാലത്തിൻ്റെ സ്ഥിരതയും സുരക്ഷിതത്വവും ഉറപ്പാക്കുന്ന പരിശോധനകളിൽ ഉയർന്ന വേഗതയിലുള്ള കാറ്റ് പരിശോധന, തീവ്ര താപനില പരിശോധന, ഭൂകമ്പ സാധ്യതയുള്ള പരിശോധന, ജലനിരപ്പ് വർദ്ധിക്കുന്നത് മൂലമുണ്ടാകുന്ന ജലശാസ്ത്രപരമായ ആഘാതം എന്നിവയെല്ലാം ഉൾപ്പെടുന്നു. ഭൂമികുലുക്കത്തെയും മോശം കാലാവസ്ഥയെയും എല്ലാം തരണം ചെയ്യാൻ കഴിയും വിധം നിർമ്മിച്ചിരിക്കുന്ന റെയിൽപാലത്തിന് മണിക്കൂറിൽ 266 കിലോമീറ്റർ വേഗത്തിൽ വീശുന്ന കാറ്റിലും തകരാതെ നിൽക്കാൻ കഴിയും. റിക്ടർ സ്കെയിലിൽ 8 വരെയുള്ള ഭൂചലനത്തെ അതിജീവിക്കാനുള്ള ശേഷി പാലത്തിനുണ്ടെന്ന് അധികൃതർ പറയുന്നു. കൂടാതെ ശക്തിയേറിയ സ്ഫോടനങ്ങളെ അതിജീവിക്കാനും പാലത്തിന് ശേഷിയുണ്ട്. ഭീകരാക്രമണത്തെയും ഭൂചലനത്തെയും പ്രതിരോധിക്കാൻ സഹായകരമായ സുരക്ഷാ സംവിധാനവും പാലത്തിൽ സജ്ജമാക്കിയിട്ടുണ്ട്. സ്റ്റീൽ ഉപയോഗിച്ച് ആർച്ച് രൂപത്തിലാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത്. 120 വർഷമാണ് പാലത്തിൻ്റെ ആയുസ്. നിർമ്മാണ സമയത്ത് പല വെല്ലുവിളികളും നേരിടേണ്ടി വന്ന പ്രോജക്റ്റാണെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. കാറ്റ് തന്നെയായിരുന്നു പ്രധാന വില്ലൻ. എന്നാൽ എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ച് ചെനാബ് പാലം യാഥാർത്ഥ്യമായി. ബാരാമുള്ളയെയും ശ്രീനഗറിനെയും ജമ്മുവുമായി ബന്ധിപ്പിക്കുന്ന ഈ പാലം സഞ്ചാരയോഗ്യമാകുന്നതോടുകൂടി യാത്രാ സമയത്തിൽ 7 മണിക്കൂറുകളോളം കുറവ് വരും.